തമ്പി സാർ, രാജ്യത്തെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരിക്കും കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്ത ഒരു കേസ് എന്നത്. ഒരുപക്ഷെ കൊച്ചിയിൽ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ഏറ്റവും നിയമ സംവിധാനത്തിനകത്തും ഈ രാജ്യത്തിൻ്റെ പൊതുമണ്ഡലത്തിലും ഏറ്റവും സവിശേഷത ഉണ്ടാക്കുന്നതും ഈ കേസിൻ്റെ സ്വഭാവമാണ്. ഇവിടെ ദിലീപ് 8ാം പ്രതിയായി വരുന്നതോടുകൂടിയാണ് ഈ സംഭവത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ കേരളത്തിൽ നടന്നത്. അവിടെ പൾസർ സുനിയെ കൊണ്ട്, അതായത് ഈ കേസിൻ്റെ 1ാം പ്രതിയായ പൾസർ സുനിയെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചത് ദിലീപാണോ, അതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ്, അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്നതായിരിക്കുമല്ലോ നാളത്തെ വിധി പ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാധീന ഘടകം എന്ന് പറയുന്നത്. ഗൂഢാലോചന കുറ്റം ഞാൻ മനസ്സിലാക്കുന്നത് തമ്പി സർ വളരെ പ്രയാസമാണ് അത് തെളിയിക്കാൻ എന്നതാണ്. അതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിക്കുക വളരെ വിരളമായ സാഹചര്യത്തിൽ മാത്രമാണ്. അതുകൊണ്ട് സാഹചര്യ തെളിവുകളാണ് പ്രധാനമായും കോടതിയുടെ മുൻപാകെ എത്തേണ്ടത്. ദിലീപ് ശിക്ഷിക്കപ്പെടാൻ പാകത്തിൽ ഈ തെളിവുകളൊക്കെ ഹാജരാക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ആമുഖമായി പറയുകയാണെങ്കിൽ ഇവിടെ ഗോപികൃഷ്ണൻ ശരിയായ രീതിയിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 1956 കേരളം നിലവിൽ വന്നതിനെ ശേഷം ഇത്രയേറെ സമൂഹമാകെ, ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കേസ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. കാരണം അനിതര സാധാരണമായ സാഹചര്യങ്ങളാണ് ഈ കേസിലെ പ്രോസിക്യൂഷൻ ആരോപണം തന്നെ. കാരണം നമുക്കറിയാം, ഒരാളിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളിനെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്ന സംഭവവികാസങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രോസിക്യൂഷൻ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ കേസിന് അങ്ങനെ ഒരു ആരോപണം ഇതിനു മുമ്പ് മറ്റൊരു കേസിൽ ഉണ്ടായിട്ടുള്ളതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ കേസിൻ്റെ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവിത തന്നെ ഈ കേസിൻ്റെ കോടതി മാറ്റി മറ്റൊരു കോടതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ സമീപിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ കേസിൻ്റെ നാൾവഴികൾ ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ അനിതര സാധാരണമായ സവിശേഷമായ സംഭവവികാസങ്ങൾ ഈ കേസിൻ്റെ ട്രയലിലുടനീളം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമമായ വസ്തുതയാണ്. എന്നാൽ ഈ കേസിലെ പ്രോസിക്യൂഷൻ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ കേസിൻ്റെ ട്രയൽ നമുക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇൻ ക്യാമറ ട്രയലാണ് നടന്നത്. ട്രയലിനുള്ളിൽ നടക്കുന്ന വസ്തുതകൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് ട്രയലിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പൊതുസമൂഹത്തിന് അറിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിലെ അവസാനം പല പ്രോസിക്യൂട്ടർമാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നമുക്കറിയാം, സാധാരണയായി പ്രോസിക്യൂഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. അതാണ് നമ്മുടെ പൊതു തത്വം. ക്രിമിനൽ നിയമത്തിൽ വാദിഭാഗം സ്റ്റേറ്റാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചില കേസുകൾ, പ്രാധാന്യമുള്ള കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ, പ്രഗത്ഭരായ അഭിഭാഷകരെ ഈ സാധാരണ പ്രോസിക്യൂട്ടറിനെ കൂടാതെ ഗവൺമെൻറ് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാറുണ്ട്. അങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ട 2 അഭിഭാഷകർ ഈ കേസ് വെച്ചൊഴിഞ്ഞു പോയ കാര്യവും നമുക്കറിയാം. അതെ, സുരേഷിനും അതുപോലെ തന്നെ അനിൽകുമാർ. അതെ, അവർ അങ്ങനെ ഒരു സാഹചര്യവും ഈ കേസിലുണ്ട്. എന്നാൽ മൂന്നാമത് ഈ കേസ് ശ്രീ ബഹുമാന്യനായ അഡ്വക്കേറ്റ് അജകുമാർ അവറുകൾ ഈ കേസ് ഏറ്റെടുക്കുകയും അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രൊഫഷണൽ വർക്കുകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഈ കേസിന് വേണ്ടി വളരെയേറെ പരിശ്രമിക്കുകയും ഈ കേസ് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചതിൽ വെച്ച് എനിക്ക് വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടങ്ങൾ ഈ കേസിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട, അതായത് തുടക്കത്തിൽ ദിലീപിനെ എതിരെ മൊഴി കൊടുത്ത പലരും അവസാന സമയങ്ങളിൽ മൊഴി മാറ്റുന്നു. അതുപോലെ തന്നെ പിന്നീട് ഈ സാഹചര്യ തെളിവുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ അതായത് ഇതെല്ലാം ഈ പ്രോസിക്യൂഷൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ സാഹചര്യ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്ന് പറയുന്നു. വിവിധ ഹർജികളുമായി ദിലീപ് പല കോടതികളിലെത്തുന്നു. വിചാരണ നീണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള വെല്ലുവിളികൾ ഈ കേസിൽ എത്രത്തോളമാണ്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഢാലോചന തെളിയിക്കുക എന്നത് സാഹചര്യ തെളിവുകളാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുക. അത് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നതാണല്ലോ പ്രോസിക്യൂഷന് മുന്നിലുള്ള 1ാമത്തെ പ്രതിസന്ധി. അപ്പോൾ ഈ എന്തെല്ലാം വെല്ലുവിളികളിലൂടെയാണ് പ്രോസിക്യൂഷൻ കടന്നുപോയിട്ടുണ്ടാവുക? പ്രോസിക്യൂഷൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, നമ്മൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കാരണം കോടതികളെ സംബന്ധിച്ചിടത്തോളം കോടതി നാളെ വിധി പറയാനിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ആ കേസ് എന്താകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു കാരണവശാലും ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ശരിയായ തീരുമാനം തന്നെ കോടതി എടുക്കും എന്ന് മാത്രമേ ഒരു നിഗമനത്തിലെത്താൻ അത്രേ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം,
പലപ്പോഴും നമുക്കറിയാം പ്രോസിക്യൂഷൻ ഈ 120B ആയാലും ശരി, നമ്മുടെ ക്രിമിനൽ ഈ സിസ്റ്റം, നമ്മളൊരു അക്യൂസ്റ്റീരിയൽ ക്രിമിനൽ ട്രയലാണ് നമ്മൾ ഫോളോ ചെയ്യപ്പെടുന്നത്. അതായത് അക്യൂസ് ഇസ് പ്രസ്യൂം ടു ബി ഇന്നസെൻറ്റ് അണ്ടിൽ ദ കോൺട്രറി ഈസ് പ്രൂവ്ഡ്. ഒരു പ്രതി നിരപരാധിയാണ്, അവനല്ല എന്ന് തെളിയിക്കുന്നത് വരെ എന്നുള്ള ആ ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ക്രിമിനൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് എല്ലാ ക്രിമിനൽ കേസുകളിലും വലിയ ബർഡൻ ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ കേസ് ശരിയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയാണ് പ്രതിക്കുള്ളത്. പ്രത്യേകിച്ച് വിശിഷ്യ 120B എന്ന് പറയുന്ന കേസ്. 120B പലപ്പോഴും ഗൂഢാലോചന ഒരിക്കലും ഒരിക്കലും പരസ്യമായ ഗൂഢാലോചന ഉണ്ടാകില്ല. അപ്പോൾ ഗൂഢാലോചന തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ കൂട്ടിക്കണക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പല വിധിന്യായങ്ങൾ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യത എന്നല്ല, വലിയ ഉത്തരവാദിത്വമാണ്. അത് പലപ്പോഴും പാടുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാകാനുള്ള സാധ്യത അതിൽ കുറവാണ്. കോടതി സസ്പീഷൻ ഹൗ എവർ സ്ട്രോങ് ദാറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഗൽ എവിഡൻസ് എന്നുള്ളതാണ് ഏറ്റവും ക്രിമിനൽ സിസ്റ്റത്തിൻ്റെ രചതരേഖ. സംശയം എത്ര ശക്തമാണെങ്കിൽ പോലും അത് നിയമപരമായ തെളിവിന് ഒരു പകരക്കാരൻ ഈ സംശയമാകില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകൾ നിരത്തിയെങ്കിൽ മാത്രമേ ഈ ഡയറക്റ്റ് എവിഡൻസ്, ഐ വിറ്റ്നസ് ഉള്ള കേസ്, ഉദാഹരണത്തിന് ഒരു ഐ വിറ്റ്നസ്, വിക്ടിമിനെ ഒരാൾ റേപ്പ് ചെയ്യുന്നു, വിക്ടിമിൻ്റെ എവിഡൻസ് മതി. കാരണം ക്വാളിറ്റിയാണ് എവിഡൻസിൽ വേണ്ടത്. പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കേസിൽ 10 സാക്ഷികൾ വേണ്ട, ഒറ്റ സാക്ഷി മതി. ആ ഒറ്റ സാക്ഷിയുടെ മൊഴി കോടതിയുടെ വിശ്വാസ്യതയെ ആർജിക്കുന്നതാണെങ്കിൽ 10 സാക്ഷികളുടെ മൊഴി കോൺട്രഡിക്ഷൻ വരുത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് ദ എവിഡൻസ് ആണ് വലുത്, ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കേസ് തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. ആ സാക്ഷി സത്യസന്ധനാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. ആ സാക്ഷിയുടെ ഒറ്റ സാക്ഷിയുടെ മൊഴി കൊണ്ട് തന്നെ ഒരു കേസ് പ്രൂവ് ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെ സാക്ഷികളില്ലാത്ത കേസിൽ, സാഹചര്യ തെളിവുള്ള കേസുകളിൽ, ഇതുപോലെ കോൺസ്പിറസി ആരോപിക്കുന്ന കേസുകളിൽ വലിയ ബാധ്യത പ്രോസിക്യൂഷനുണ്ട്. പക്ഷെ അതെല്ലാ കാര്യങ്ങളും കോടതി പരിശോധിക്കും, അത് ശരിയായ അർത്ഥത്തിൽ അത് പരിശോധിക്കുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, ഈ കേസ് ഒട്ടൊക്കെ നീണ്ടുപോയി. കാരണം ഈ കേസിൻ്റെ ആദ്യ കാലം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം ഈ ഫ്ലോറിൽ തന്നെ എത്ര പ്രാവശ്യം സംസാരിച്ചിരിക്കുന്നു. പക്ഷേ അവസാനം ഇതിൻ്റെ അവസാന ലാപ്പിൽ, അവസാന വിധിയിലേക്ക് തലേന്ന് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്, ഈ കേസ് ഈ ഇത്തരത്തിൽ വേഗത്തിൽ തീർന്നു എന്നുള്ളതിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഒരു പക്ഷേ ഈ കേസിന് ഇത്രയും നീണ്ടുപോകാൻ തന്നെ ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു, 9ാം വർഷത്തിലേക്ക്, ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 9 വർഷമാവുകയാണ് ഈ കേസ്. ഇതിനും വളരെ നേരത്തെ തന്നെ ഒരു പക്ഷേ ഈ കേസ് തീരുമായിരുന്നു. അതിനിടയിൽ വിവിധ ഹർജികളുമായി വിവിധ കോടതികളിലേക്ക് ദിലീപ് ചെന്നു. വിചാരണാ നടപടികൾ നീളുന്ന ഒരു ഘട്ടമുണ്ടായി. അതിനു മുൻപ് സാർ, ഇപ്പോൾ ഈ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഇതിലെ കുറ്റകൃത്യം നടത്തിയ ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കുന്ന നിലയിലേക്ക് ഈ കേസ് പോകുമായിരുന്നു. അതിന് മാറ്റമുണ്ടായത് മഞ്ജു വാര്യർ നടത്തിയ ഒരു ഇടപെടലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.